എൻ്റെ സഹപ്രവർത്തകരായ സുമേഷ്, നൂർദീനിക്കാൻ വെറും ബേക്കറിക്കാരനല്ല, ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ ബേക്കറിക്കാർ സാധാരണ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. വെറും ബേക്കറിക്കാരനല്ല. അതുപോലെ തന്നെ റൌഫുണ്ട്, ഹനീഫയുണ്ട്. എൻ്റെ സുഹൃത്തുക്കളായ പേര് മറന്നു, ആനന്ദൻ, അതെ, പ്രശാന്ത്, എല്ലാവരും ഉണ്ട്. ഇവരെയൊക്കെ നമുക്ക് കമ്പനിയായി ബേസ് ചെയ്തിട്ട് അറിയുന്നത്. അത് ചേട്ടൻ, ഞാനിങ്ങനെ ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞതിന് സമയം കളയുന്നില്ല. കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇതിനൊന്നുമല്ല, അല്ലേ? സദ്യയെക്കാളും പ്രാധാന്യം പായസത്തിനാണ്. പായസം പിറകെ വരാണ്ട് നമ്മളെ കുട്ടികളുടെ കളിയും ചിരിയും ഒക്കെ കാണണം. അതൊക്കെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ നിങ്ങളിപ്പോൾ എന്നെ കുറച്ചു നേരം അങ്ങ് സഹിക്കുക, വേറെ നിവൃത്തിയില്ല. ഞാൻ എറണാകുളത്തിന് വന്നതല്ലേ, ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ എനിക്ക് അനുവദിച്ചിട്ടുണ്ടാവും. അത് ഞാൻ സംസാരിക്കും, നിങ്ങളെല്ലാവരും കേൾക്കുക. എന്തിനാണ് ഇത്തരം ഒരു കൂട്ടായ്മ? അതല്ലേ നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഈ കൂട്ടായ്മ എനിക്കൊരു പുതിയ പദവിയും തന്നു, ഉപദേശകൻ. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഉപദേശകനായാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. എനിക്കെല്ലാം അറിയാമെന്ന് എനിക്ക് എന്ന് തോന്നുന്നോ അന്ന് എന്നെ ഉപദേശക സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കേൾക്കുന്നില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. എനിക്കൊന്നും അറിയില്ല എന്ന് എനിക്ക് ബോധ്യമുള്ള കാലത്തോളം ഞാൻ ഈ സംഘടനയുടെ ഉപദേശകനായി തുടരാം. എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം അറിയുന്നവനായി മാറി എന്ന് ഞാൻ നടിക്കുന്ന കാലത്ത് നിങ്ങൾ എന്നെ പറഞ്ഞു വിടണം. അത്രേ അതിനെപ്പറ്റി പറയുന്നു. 2, ഞാൻ ഈ കാര്യം എൻ്റെ അടുത്ത് ഷായിച്ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എല്ലാ സംഘടനകൾക്കും തുടക്കം ഗംഭീരവും ഒടുക്കം തല്ലിപ്പിരിയലുമാണ്. ഗംഭീര തുടക്കമായിരിക്കും, ത്യാഗങ്ങൾ പലരും ചെയ്യും. അവസാനം ഇതിന് സാമ്പത്തിക ശേഷി വരുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ഞാൻ ആദ്യം സാഹിത്യം ചോദിച്ചത് ചിട്ടി വട്ടി പരിപാടി സംഘടന ഉണ്ടോന്ന് ചോദിച്ചത്. അപ്പൊ അതില്ല. അത്ര പ്രകൃതി സമാധാനം. കാരണം അവനവന്റെ കയ്യിലെ കാശ് എടുത്തിട്ടാണ് ഇത്തരം പരിപാടികൾ നടത്തുന്നത്. ഞാനിതൊരു എക്സാമ്പിളോട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇന്നിരിക്കുന്ന ഒരു തുടക്കക്കാരാണ്. ഇത് വർഷങ്ങൾ കഴിയുമ്പോൾ പുതിയ തലമുറയുടെ കയ്യിലേക്ക് പോകും. സാമ്പത്തിക ശേഷി വരുമ്പോൾ ഇടിച്ചു കയറും. ചരിത്രം അങ്ങനെയാണ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. താജ്മഹല് പണിതതാരാ? താജ്മഹല് പണിതതാരാ? PSCക്ക് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്താ ഉത്തരം എഴുതുക? ഷാജഹാൻ, അല്ലേ? താജ്മഹൽ എന്തിന്റെ പ്രതീക? ഒരു PSC അല്ല, IPS ചോദിച്ചാൽ, IAS ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എഴുതാൻ പോകുന്നെന്താ? പ്രണയ കുടീരം, അല്ലെ? ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതകരമായി പണിതീർത്തിരിക്കുന്ന പ്രണയ കുടീരം. ഈ 2 വാക്കും ശരിയാണോ ഒരു വിശകലനം നമുക്കില്ല. താജ്മഹൽ പണിത് എത്ര വർഷം കൊണ്ടാണ് നിങ്ങൾക്കറിയാം? 19 വർഷം എന്ന് പറയുന്നുണ്ട്. അത് പൂർത്തീകരിക്കാൻ 21 വർഷം എടുത്തു എന്ന് പറയുന്നു. ഇനി 19 ആയാലും 21 ആയാലും 20,000-ഓളം ആളുകൾ നിരന്തരം അവിടെ ജോലി ചെയ്തിരുന്നു എന്ന് പറയുന്നത്. 10,000-ൽ പരം ആളുകൾ ഈ കല്ല് ചുമന്ന് മുകളിൽ കയറ്റാനുള്ള പ്രയത്നത്തിനിടെ കല്ല് തലയിൽ വീണിട്ടും മറ്റും മരണപ്പെട്ടു എന്ന് പറയുന്നു. ഷാജഹാൻ ഇതിന്റെ ഒരു കല്ലെടുത്ത് വെച്ചിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടെ, ഷാജഹാൻ ഇതിന്റെ ഒരു കല്ലെടുത്ത് വെച്ചിരുന്നു? ഇല്ലല്ലോ. ഇനി പ്രണയ കുടീരം എന്നാ പറയാം. ഷാജഹാൻ എത്ര ഭാര്യമാരുണ്ട്? അശ്ലീലായിട്ട് കാണണ്ട, മാന്യമായിട്ട് തന്നെ. ഷാജഹാൻ എത്ര ഭാര്യമാരുണ്ടെന്ന് അറിയുന്ന എത്ര പേരുണ്ട്? ഈ പ്രണയം എന്ന് പറയുന്നത് ഒരാളോട് തോന്നുന്ന സാധനമാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാട്ടിലെല്ലാ പെണ്ണുങ്ങളോടും പ്രണയം തോന്നാൻ പറ്റും. ഷാജഹാന്റെ 9ാമത്തതോ 8ാമത്തോ ഭാര്യയാണ് മുംതാസ്. ഇനി ഷാജഹാൻ മുംതാസിനെ കെട്ടിയതോടുകൂടി പ്രണയം അവസാനിച്ചു എന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. വീണ്ടും 4 സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്.
അതോട് നിൽക്കട്ടെ. ഈ പ്രണയം മുംതാസിനോടുണ്ടായി, ബാക്കിയെല്ലാം പരിശോധിച്ച് പറഞ്ഞു വിട്ട് നിൽക്കാം. മുംതാസിന് എത്ര കുട്ടികളുണ്ടെന്നറിയോ? 20 വർഷം ഒരുമിച്ച് ജീവിച്ചത് 11-13 കുട്ടികൾ. 9ാമത്തെ പ്രസവത്തില് കൊട്ടാരം ബിഷപ്പന്മാര് പറഞ്ഞ് ഇനി അവള് പ്രസവിച്ചാൽ ഒന്നുകിൽ കൊച്ച് അല്ലെങ്കിൽ തവള. എന്നിട്ട് 13ാമത്തെ പ്രസവത്തിലാണ് മരിച്ചത്. ഇത് പ്രണയ കുടീരാണോ അക്രമ കുടീരാണോ? ഞാൻ എന്തിനാ പറഞ്ഞു വെച്ചാൽ ഞാൻ ഷാജഹാനെ മോശമാക്കാനൊന്നുമില്ല. നിങ്ങളുടെ ഈ സംഘടന ഇന്ന് ഈ പണിയെടുക്കുന്നവരെയൊക്കെ ചവിട്ടി മെതിച്ച് കയറി സാമ്പത്തിക ശേഷി വന്നാൽ ചിലര് വരും. അത് വരാതിരിക്കാനാ ഞാൻ ചോദിച്ചത്. ചിട്ടിയും വട്ടിയും ഉണ്ടോ, അല്ല സംഘടനയും സൗഹൃദവും കൂട്ടായ്മയാണോ? ഇപ്പൊ ആ പറഞ്ഞതിന്റെ പൊരുൾ ഷാജി ചേട്ടൻ ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 2, ഈ ബേക്കറിക്കാർക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, ഞാൻ ഉൾപ്പെടെ. ബേക്കറിക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പൊ ഉള്ള ചെഫുമാരിൽ പലരും ബേക്കറിക്കാരായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെ? ഞാൻ 19 കൊല്ലം മുമ്പ് ബേക്കിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹിയായിട്ട് വന്നു. ഞാൻ 19 കൊല്ലം ജനറൽ സെക്രട്ടറിയുടെ ജോലി ഞാൻ ചെയ്തത്. ഞാൻ അവിടെ നിന്ന് പഠിച്ചൊരു കാര്യമുണ്ട്, നിങ്ങളോട് പേര് ഞാൻ പറയാതെ പറയാം. ജീവനക്കാരനായിട്ട് ബേക്കറിക്കാരനായി മാറിയ പലരും എനിക്കൊരു ഉപദേശം തരാറുണ്ട്. തൊഴിലാളികളെ സൂക്ഷിച്ചോണം കേട്ടോ. ജീവനക്കാരനായി ജോലി ചെയ്തിട്ട് പുള്ളി അതിന്റെ കഥ പറയും. ഞാൻ ഇന്ന ബേക്കറിലെ പണിക്കാരൻ തുടക്കത്തിൽ, പിന്നെ ഞാൻ ഇന്ന ബേക്കറിയിൽ പോയി പണിയെടുത്തു, പിന്നെ ഞാൻ ഇന്ന ബേക്കറിയിൽ പോയി പണിയെടുത്തു. അങ്ങനെയാണ് പുള്ളി ബേക്കറിക്കാരനായത്. എന്നിട്ടൊരു ഉപദേശം ഉണ്ട് എനിക്ക്, ജീവനക്കാരെ ശ്രദ്ധിച്ചോളണം. ഏതായാലും ഈ പറഞ്ഞ പലരും ഇന്ന് ചിത്രത്തിൽ ഇല്ല. അതും കൂടി ഞാൻ പറയാം. ഞാൻ എന്റെ 24 കൊല്ലത്തെ അനുഭവം പറഞ്ഞു. ഞാൻ ബേക്കറി വലിയ എക്സ്പേർട്ട് ബേക്കറിക്കാരനല്ല, എനിക്ക് ഒന്നും അറിയില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ തുടക്കത്തിൽ ബേക്കറിയിൽ എന്റെ കടയിൽ വന്ന ഒരാൾ 500 ആപ്പിൾ കേക്ക് വെച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ആശാമാർക്കൊക്കെ അറിയാം ആപ്പിൾ കേക്ക് എന്താണ്. പൊടിഞ്ഞുപോയ പ്ലമ്മിന്റെ ഒക്കെ കൂടി ജാമും പുരട്ടി അതിന്റെ മേലെ റോയൽ ഐസിങ്ങിന്റെ ഒരു കപ്പ് ഇട്ട് കൊടുത്ത്. അപ്പൊ എന്റെ അടുത്ത് 500 ചോദിച്ചപ്പോൾ ഞാൻ പണിക്കാരോട് ചോദിച്ചപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ കേക്കിന്റെ പൊടി ഉണ്ടോ നോക്കണം. അപ്പൊ ഞാൻ വന്നിട്ട് പറഞ്ഞു കേക്കിന്റെ വേസ്റ്റ് ഇല്ല, വേസ്റ്റ് ആയാലും 500 ലോഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും വിവരം എനിക്കുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബേക്കറി തുടങ്ങുന്ന കാലത്ത് ഇനി കൂടുതൽ വിശദീകരണം വേണം. ഞാൻ ഇന്നിങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ 100% എന്റെ ജീവനക്കാരനെ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ ഈ ജൈത്രയാത്ര തുടരുന്നത് 2, എനിക്ക് 4 ആൺമക്കളാണ്. 3 പേരെ ഞാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. കാരണം ഇന്നത്തെ തലമുറയിൽ പലരും പുറത്ത് പഠിക്കാൻ പോകും, പിന്നെ തിരിച്ചു വരില്ല. എന്റെ മക്കളും പുറത്ത് പഠിക്കാൻ പോയി, പക്ഷെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. എനിക്ക് അവർക്ക് അവിടെ നിന്ന് സാലറി കിട്ടുമെന്ന് ഞാൻ ചോദിച്ചവരോട്. ആ സാലറി ഞാൻ ഓഫർ ചെയ്തിട്ടാണ് എന്റെ മക്കളെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എനിക്ക് സാധിച്ചത് എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ വളർത്തിയത് കൊണ്ടാണെന്ന് എനിക്കറിയാം. ഇത് ഓരോ ബേക്കറിക്കാരനും ബേക്കറി ജീവനക്കാരനും മനസ്സിലാക്കിയിരിക്കുക. മനോഹരമായ ജ്വല്ലറികൾ നമുക്ക് കാണാം. ഒരുപാട് ബിസിനസ് ഉണ്ട്. മനോഹരമായ ജ്വല്ലറി വെച്ചാൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പറയാൻ ഭയങ്കര സന്തോഷമായിരിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്റെ ഭാര്യ സ്വർണ്ണം ഇടാറില്ല കേട്ടോ. എന്റെ ഭാര്യനെ കുടുംബത്തിൽ വിളിക്കുന്ന പെന്തക്കോസ്ത്. എന്തൊക്കെ പറഞ്ഞാലും ഒരു കല്യാണത്തിന് സ്വർണം വാങ്ങിക്കാമ്പോൾ മകൾ സന്തോഷവതിയായിരിക്കുമെങ്കിലും പിതാവിന്റെ ഹൃദയം പടക്കും. ഇവർ ഇഷ്ടപ്പെടുന്നത് ആന്റിക്കാണെങ്കിൽ 25% കൂലി കൊടുക്കണം, അല്ലെ? ഏതെങ്കിലും ഒരു ബേക്കറിയിൽ സന്തോഷമില്ലാതെ ഒരു കസ്റ്റമർ കയറി വന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ മേഖലയുടെ ആ മഹത്വം എല്ലാവരും മനസ്സിലാക്കണം. ഭക്ഷണം എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതിൽ ചില സത്യവും ധർമ്മവും നീതിയും വേണം. നമ്മൾ പരിഷ്കാരങ്ങളുടെ പിറകെ ഓടുന്നവൻ, അല്ലെ? എല്ലാത്തിനും പരിഷ്കാരം. വസ്ത്രത്തിൽ, ഭക്ഷണത്തിൽ, പാർപ്പിടത്തിൽ, ഇനി എന്താ പറയണ്ട, വാഹനത്തിൽ ഒക്കെ പരിഷ്കാരം. ആ പരിഷ്കാരം ഭക്ഷണത്തിലും വന്നിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. എന്ത് പുതിയത് പരീക്ഷിക്കുമ്പോഴും മനസ്സിൽ ഒരു പ്രാർത്ഥന വേണം. ഇത്
ആരോഗ്യമുള്ള, ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു ഭക്ഷണം ആയിരിക്കണമേ. നമുക്ക് മാത്രമേ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മാത്രമേ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ആശുപത്രി നടത്തുന്ന ഒരാളുടെ ബിസിനസിന്റെ ലാഭം എന്ന് പറയുന്നത് എന്താ? ഒരൊറ്റ രോഗി ഇങ്ങനെ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരു സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥന് ഒരു കട പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലാകണം 2 നിശ്ചയിക്കെങ്കിലും കിട്ടണേ ദൈവമേ. വക്കീലെന്താ പ്രാർത്ഥിക്കുക? നാട്ടിൽ ഒരു പ്രശ്നവും പരാതിയും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവമേ, ലോകത്തെ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം ചെയ്യാനോ കഴിക്കാനുള്ള ആരോഗ്യം കൊടുക്കണേ. ആരോഗ്യമുള്ളവനിക്കേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ തമാശയൊക്കെ പറയാറുണ്ട്. ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു. ഇപ്പൊ കുറച്ചിട്ടുണ്ട്, പ്രായമായിരിച്ചില്ല, 60 വയസ്സ്. 50 വയസ്സ് കഴിയുമ്പോൾ ഞാൻ കുറച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ പറയുന്നത് ഞാൻ കഴിക്കുന്നതായിട്ട് ചില അസൂയപ്പെട്ട് നോക്കുമ്പോൾ ഞാൻ പറയും, ഭക്ഷണം കഴിക്കണമെങ്കിലും ആരോഗ്യം വേണം. ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനിപ്പോൾ ബേക്കറിക്കാരുടെ കാര്യത്തിൽ തന്നെ എടുത്തു പറയാം. നമ്മളുടെ അറിവുകൾ, അതായത് നമ്മുടെ പുതിയ പുതിയ ആശയങ്ങളും പ്രോഡക്റ്റുകളും വരുമ്പോൾ ദയവ് ചെയ്ത് ഈ ബേക്കറി ജീവനക്കാർ അതിൻ്റെ കൃത്യമായ ശാരീരിക ഘടനയിൽ എന്തെങ്കിലും കുഴപ്പമോ നന്മയോ ഉണ്ടാക്കുന്നത് പഠിക്കാനുള്ള ക്ലാസ്സുകളാണ് ആദ്യം നമ്മുടെ ബേക്കറി ജീവനക്കാർക്ക് കിട്ടേണ്ടത്. ഒരു പ്രോഡക്റ്റ് ഇറങ്ങുമ്പോൾ ആ പ്രോഡക്റ്റ് എന്താണ്? കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വല്യപ്പ എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് ഇന്റർമീഡിയറ്റാണ്. പുള്ളിയുടെ കൂടിയ രാവിലത്തെ സ്വഭയ നിസ്കാരം നിർബന്ധം. പുള്ളിയുടെ കൂടെ നിസ്കാരമൊക്കെ കോട്ടെ, അത് കഴിഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ എപ്പോഴും പുള്ളി പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേന്ന് പറയും, ഗുരുനാഥന്മാർക്ക് പറയും, നമുക്ക് വേണ്ടി പറയും. ഇതൊക്കെ കഴിഞ്ഞാൽ എൻ്റെ വല്യപ്പ പറയുന്നത് പ്രാർത്ഥനയുണ്ട്. ഈ ലോകത്തെ മുഴുവൻ ആളുകൾക്കും ഗുണം ചെയ്യുന്ന അറിവുകൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണേ. രണ്ടാമതൊരു വാക്കുണ്ട്, ഈ ലോകത്തെ മുഴുവൻ ആളുകൾക്കും ഗുണം ചെയ്യുന്ന അറിവുകൾ ഞങ്ങൾ വർദ്ധിപ്പിക്കണേ. ഞങ്ങൾ നേടുന്ന അറിവുകൾ ഈ ലോകത്തെ മുഴുവൻ ആളുകൾക്കും ഗുണം ചെയ്യിപ്പിക്കണേ. ഞാൻ ചോദിച്ചു, അറിവ് ഗുണമല്ലാതെ ദോഷം ചെയ്യുമോ വലുപ്പാന്ന് ചോദിച്ചു. ഞങ്ങൾ 8 വയസ്സ് 9 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ച പുള്ളി പറഞ്ഞു, മോനെ അന്ന് 8ാം ക്ലാസ് ഇന്റർമീഡിയറ്റ് പാസ്സായ വ്യക്തിയാണ് അദ്ദേഹം. 8ാം ക്ലാസ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയ തലമുറയ്ക്ക്, പഴയ ആളുകൾക്കറിയാം അന്ന് 8ാം ക്ലാസ് SLCക്ക് സമമായ രീതിയാണ്. അത് കഴിഞ്ഞ് ഇന്റർമീഡിയറ്റ് പാസ്സായ +2 പാസ്സായ പോലെയാണ്. മാഹി മയ്യലൂർ മദ്രസയിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം കുട്ടി 8ാം ക്ലാസ് പാസ്സാകുന്നത് പുള്ളിയാണ്. എന്നിട്ടും ശ്രീലങ്കയിലേക്ക് പോയത് കച്ചവടം ചെയ്യാൻ, കൊളംബോയിലേക്ക്. മുകളിലെ അർത്ഥം വിശദമായി പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ. നിങ്ങൾ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ? കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയൊക്കെ അറിയാം. തോമസ് ആൽവ എഡിസൺ എന്താ കണ്ടുപിടിച്ചേ? പ്രകാശം, വൈദ്യുത ലൈറ്റ്. കേട്ടിട്ടില്ല? അദ്ദേഹത്തിന്റെ മാതാവിനാണ് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ടീച്ചർ കൊടുത്ത ഈ പയ്യനെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല, കുരുത്തം കെട്ട പയ്യനാണ്, വീട്ടിൽ തന്നെ പഠിപ്പിച്ചോളാൻ പറഞ്ഞ് വീട്ടിൽ പഠിപ്പിച്ച് മാതാവ് മരിച്ചതിന് ശേഷം വീട് മാറുമ്പോൾ അളമാരിയിരിക്കുന്ന ഈ ടീച്ചറിന്റെ ലെറ്റർ എടുത്തിട്ട് തോമസ് ആൽവ എഡിസൺ വായിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത് കാണണം. അമ്മയോട് ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞത്, നീ സൂപ്പർബാണ്, നിന്നെ പഠിപ്പിക്കാനുള്ള കഴിവ് ടീച്ചർക്കില്ല എന്നാ ടീച്ചർ പറയുന്നത്. അവിടെ നിന്നെ ഞാൻ വീട്ടിൽ പഠിപ്പിച്ചോളാം. ആ തോമസ് ആൽവ എഡിസൺ എന്താണ് ശ്രദ്ധിച്ചു കേൾക്കണം. ബൾബ്. ഐൻസ്റ്റീൻ എന്താ കണ്ടുപിടിച്ചത്? എനർജി. 2 ലിങ്ക്ഡ് അല്ലേ? E=mc² അല്ലെ? 2 അറിവല്ലേ? 2 നൂതന ആശയല്ലേ? 2 ലിങ്ക്ഡ് അല്ലേ? തോമസ് ആൽവ എഡിസന്റെ വെളിച്ചത്തിൽ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ഐൻസ്റ്റീന്റെ E=mc² കൊണ്ട് നാം ഹിരോഷിമയിലും നാഗസാക്കിയിലും കുറച്ചുപേരെ കൊന്നതൊഴിച്ചാൽ, ഇപ്പോഴും അതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതൊഴിച്ചാൽ എല്ലാ അറിവുകളും ഗുണം ചെയ്യുന്നില്ല എന്ന പാഠം അതാണ് എന്നെ വല്യപ്പ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് തന്നെ ചില അറിവുണ്ട്. നമ്മൾ പുറത്തുനിന്ന് മാങ്ങ വാങ്ങിക്കുക, കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മാങ്ങ കഴിക്കരുതെന്ന് പറയും. എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മൾ പൊതുവെ പറയുന്നത് എല്ലാവരും വാങ്ങിച്ച് കഴിക്കും കേട്ടോ. പൊറോട്ട കഴിക്കരുതെന്ന് പറയും. ഹോട്ടലിൽ പോയി 2 പൊറോട്ടയും ബീഫ് റോസ്റ്റും ഉണ്ടാകും. പൊറോട്ട കഴിക്കരുതെന്ന് ക്ലാസ് എടുത്ത് വരുന്ന ആളായിരിക്കും. ബ്രെഡ് കഴിക്കരുതെന്ന് പറയും.
വെള്ളം കയറിയപ്പോൾ എല്ലാവരും ചോദിച്ചോ ബ്രെഡ് എവിടെ കിട്ടും, ബ്രെഡ് എവിടെ കിട്ടില്ല. വെള്ളം കയറിയ ഞാൻ ആലുവക്കാരൻ, അവിടെ ഞാൻ പറയണേ മൈദക്കെതിരെ സംസാരിക്കുന്ന ആളുടെ അടുത്ത് അദ്ദേഹം വീട്ടിന്റെ 1ാം നിലയിൽ വെള്ളം കയറി ഇരിക്കാന്ന് പറഞ്ഞ് ഞാനൊരു തോണി ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു ബ്രെഡ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ഞാൻ അവിടെ ചെന്ന് ഇദ്ദേഹം വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കയ്യിലൊരു ബ്രെഡ് ഉണ്ട് കഴിക്കാൻ, അത് പോരട്ടെ എന്ന്. ആ പുള്ളിനെ അത് രക്ഷപ്പെട്ട്, ഞാൻ ആളെ പേരെന്ന് പറഞ്ഞ അവമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളൊക്കെ പലപ്പോഴും TV ചാനലിലൊക്കെ കാണുന്ന ആളാണ്, മൈദക്കെതിരെ പ്രസംഗിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു വന്നത്, സോറി, മാങ്ങ പഴുപ്പിച്ചത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ നമുക്ക് മതിയാ അല്ലേ? എന്താ പറയാ കാരണം? എല്ലാവർക്കും അറിയാലോ. വീട്ടിൽ മാങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാൻ നിങ്ങൾ എന്താ ചെയ്യാറ്? ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കും. അതെന്താ ഈ ന്യൂസ് പേപ്പറിലുള്ള അപകടകാരിയായ സാധനം എന്താ? നമ്മളുടെ അറിവ് പലപ്പോഴും അബദ്ധമാണെന്ന് പറഞ്ഞതിന്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കാർബൈഡുള്ള മാങ്ങ വാങ്ങിക്കരുതെന്ന് പറയുന്ന അതേ നമ്മള് വീട്ടില് നിങ്ങൾക്കൊക്കെ ഇനി തലശ്ശേരിയിലൊന്നും വീട്ടിൽ മാങ്ങ, എനിക്ക് വീട്ടിൽ മാങ്ങയുള്ള ആളാട്ടോ. ഞാൻ എല്ലാ ദിവസവും പറിച്ച് പഴുപ്പിച്ച് കഴിക്കുന്ന ആളാണ്. എനിക്ക് സ്വന്തം വീട്ടിൽ തന്നെ നല്ല മാങ്ങ 2 മാവുണ്ട്. നന്നായിട്ട് എല്ലാ ദിവസവും കൈകൊണ്ട് പറിക്കാവുന്ന രീതിയിൽ. എനിക്ക് തോന്നുന്നു ഈ വർഷവും ഞാൻ ഏതാണ്ട് 280 കിലോ പറിച്ചു ഒരു മാവ്. ആ മാങ്ങ തന്നെ കഴിക്കണം. ഫ്രൂട്ട്സ് കടക്കാൻ ചോദിക്കുന്നത് മാങ്ങ വാങ്ങിക്കാത്ത ഞാൻ എനിക്ക് വേണം കൊണ്ട് തരാൻ തോന്നും. അപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്? കാർബൈഡ് ഉപയോഗിക്കരുത് എന്ന് പറയുന്ന നമ്മൾ തന്നെയാണ് വീട്ടിൽ പറിച്ച മാങ്ങ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വെക്കുന്നത്. ന്യൂസ് പേപ്പറിലെ അച്ചുകൾ നിരത്തിയിരിക്കുന്നത് കാർബൈഡ് ഇങ്കിലാണെന്ന് എത്ര പേർക്കറിയാം? നമുക്ക് പലതും അറിയില്ല, പക്ഷെ നമുക്ക് അറിയാമെന്നാണ്. പ്രത്യേകിച്ച് മലയാളിക്ക് എല്ലാം അറിയാമെന്നതാണ് മലയാളിയുടെ ഏറ്റവും വലിയ അറിവില്ലായ്മ എന്ന് ഞാൻ മെനക്കെട്ട് പഠിച്ചതാ. എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇത് ഓരോന്നും പറയാം. മറ്റൊന്ന് നമ്മളെ ചെഫുമാരെ കുറിച്ചാണ്. ചെഫുമാർക്കൊക്കെ ഒരു പൊതുവേ ധാരണ. എവിടുന്നാ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ എഴുതു പഠിച്ചു, മറ്റേ ആശാനോട് പഠിച്ചു, കുറച്ചാടെ നിന്നിരുന്നു, കുറച്ചുകൂടെ നിന്നിരുന്നു, അങ്ങനെ പഠിച്ചു, ഇങ്ങനെ പഠിച്ചു. ഒരു ക്ലാസ്സിൽ നിന്നും പോയിട്ട് പഠിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് എളുപ്പമല്ല. എൻ്റെ ഒരു കൂട്ടുകാരന്റെ മകൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫ്രാൻസിൽ പോയി 2 കൊല്ലത്തെ ബേക്കിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്, എന്റെ എമൗണ്ട് ഞാൻ പറയണം, 1,10,00,000 രൂപയാണ്. ചായച്ചേട്ടനൊക്കെ അറിയുന്ന സുഹൃത്ത് മകൻ. എന്റെ ബേക്ക് 1 എന്ന സംഘടനയുടെ സംസ്ഥാന ട്രഷറുടെ മകൻ MBBS പഠിക്കാൻ ഉക്രൈനിൽ പോയാൽ ഇപ്പൊ 25-30 ലക്ഷം രൂപ. എല്ലാവർക്കും അറിയില്ല, 25-30 ലക്ഷം രൂപ MBBS പഠിക്കാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത് ചോദ്യമുള്ളൂ, MBBSന്റെ ഡോക്ടർമാർ ഇന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചു വരുന്നു അല്ലെ? ഈ MBBS മെഡിക്കൽ കോളേജ് ആദ്യം തുടങ്ങുമ്പോൾ ആരാ പഠിപ്പിച്ച്? ഡോക്ടർ ഉണ്ടാവോ? ഡോക്ടറുണ്ടോ? ഇല്ല. MBBS എന്ന മെഡിക്കൽ കോളേജ് ആദ്യം തുടങ്ങുമ്പോ അവിടെ നാട്ടിലെ ചികിത്സാ സമ്പ്രദായത്തെ കുറിച്ച് അറിയാവുന്ന ആളുകൾ വന്ന് പഠിപ്പിച്ചാണ് MBBS എന്ന മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. പിന്നെ അങ്ങോട്ട് അവര് പഠിപ്പിച്ചവരാണ് പഠിപ്പിച്ചത്. ഏതായാലും പഠിച്ചിടത്തോളം പഠിപ്പിച്ചവർ വളർന്നിട്ടേ ഉള്ളൂ. ഇന്നലത്തെ ഡോക്ടർ പഠിപ്പിച്ച ഇന്നലത്തെ ഡോക്ടറെക്കാളും കഴിവുള്ളവരാണ്. എക്യുപ്മെന്റ് ഉണ്ട്, എല്ലാം ചെയ്യാം. ഫലകചലന സിദ്ധാന്തം നമ്മൾ പഠിച്ച, കെമിക്കൽ ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ച, ഇവരാരെങ്കിലും ബിടെക് എഞ്ചിനീയർമാരാ? ന്യൂട്ടൺ ബിടെക് എഞ്ചിനീയറാ? തോമസ് ആൽവാ എഡിസൺ ബിടെക് എഞ്ചിനീയറാ? അല്ല. ഇവരൊക്കെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാ. ഇവിടെ ഇരിക്കുന്ന ഓരോ ചെഫുമാരും തോമസ് ആൽവ എഡിസൺമാരും ബിടെക് എന്ന് പറയുന്ന ബേക്കിംഗ് കോഴ്സ് നാളെ വന്നാൽ അതിന്റെ തലതൊട്ടപ്പന്മാരുമായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങളാണ് ക്വാളിഫൈഡ് ചെയ്യുന്ന നാളത്തെ തലമുറയ്ക്ക് ക്ലാസ് എടുക്കേണ്ട ചെഫുമാർ. അല്ലാതെ ഒരു നിശ്ചിത കോളേജ്, നിശ്ചിത ദിവസം, നിശ്ചിത മണിക്കൂർ, നിശ്ചിത കോഴ്സും നിശ്ചിത പരീക്ഷയും പാസ്സായി വരുന്നവരെക്കാൾ എത്രയോ മഹത്വമുള്ളവരാണ് ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ തന്റെ സ്വന്തം കഴിവുകൊണ്ട് മണത്ത് നോക്കിയും രുചിച്ചു നോക്കിയും ഉൽപ്പന്നം ഉണ്ടാക്കിയ ആരൊക്കെ ഉണ്ടോ അവരാണ് ഈ നാളത്തെ തലമുറയ്ക്ക് ബേക്കിംഗ് ഇൻഡസ്ട്രിയിലെ
തോമസ് ആൽവ എഡിസണും അതുപോലെ തന്നെ ഐൻസ്റ്റീനും ഒക്കെ നിങ്ങളാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നാളത്തെ തലമുറയ്ക്ക് കോളേജിലൂടെ എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ സാധിക്കണം. കാരണം ഫുഡ് ഇൻഡസ്ട്രിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഇൻഡസ്ട്രി ലോകത്തുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കാറുണ്ടാക്കുക എത്ര ശതമാനം ആൾ ഉപയോഗിക്കും? വിമാനം കേരളത്തിൽ പറയുന്നത് വലിങ്ങനെ മനസ്സിലാവില്ല. നിങ്ങൾ ഓൾ ഇന്ത്യയിൽ വിമാനയാത്ര ചെയ്തവരുടെ എണ്ണം 35% എത്തിയിട്ടില്ല. ഒരു തവണയെങ്കിലും വിമാനത്തിൽ കയറി വരും. കേരളത്തിൽ ഒരു പക്ഷേ 90%-ലെത്തി. അത് കേരളത്തിന്റെ പ്രത്യേകത. അതേപോലെ തന്നെ എന്ത് ഇൻഡസ്ട്രി ആയാലും നിങ്ങൾ നോക്കിക്കോ, ഫുഡ് ഇൻഡസ്ട്രി മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കും. 5 രൂപയ്ക്ക് ഇന്നൊരു ക്യാൻഡി കിട്ടും അല്ലെ? ഐസ് ക്യാൻഡി എന്താ 5 രൂപയില്ലേ? ഉണ്ട്. 5000 രൂപയുടെ ഐസ് ക്യാൻഡി ഉണ്ട്. എല്ലാ വിഭാഗത്തിലും ഭക്ഷണം ആവശ്യമാണ്. ഈ ഇൻഡസ്ട്രി ഒരിക്കലും തളരില്ല. നമ്മൾ നമ്മളുടെ സത്യസന്ധത സൂക്ഷിച്ചാൽ മാത്രം മതി. 2, തലശ്ശേരിയിലെ 3 സിയെ കുറിച്ച് പറയും പലരും മഹത്വത്തോടെ. വിഷമമൊന്നും തോന്നരുത്. ആദ്യത്തെ സി സർക്കസ് എടുക്കാം. എത്ര കുടുംബത്തിൽ അംഗവൈകല്യം ലഭിച്ചവര് ബാക്കിയായിട്ടുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കാം. സർക്കസ് എന്ന സിയിലൂടെ എത്ര കുടുംബത്തിൽ സ്ഥിരമായി കിടപ്പിലായിപ്പോയ രോഗികൾ. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒരു തവണ തലശ്ശേരിയിലെ സർക്കസ് ഇൻഡസ്ട്രിയുടെ പാഠങ്ങൾ എന്നൊരു മനോരമയിലൊരു ലേഖനം വന്നിരുന്നു. അതിൽ 20 വർഷവും 25 വർഷവും ട്രിപ്പീച്ചെന്ന് വീണ് കാലൊടിഞ്ഞിട്ട് ചികിത്സിക്കാൻ പറ്റാതെ കിടപ്പിലായവരുടെ കഥ കേട്ടു. രണ്ടാമതൊന്ന് ക്രിക്കറ്റാണ്. തലശ്ശേരിയിലെ ഉന്നതമായ പല കുടുംബങ്ങളും ക്രിക്കറ്റ് കളിയിലൂടെ നശിച്ചു പോയതെന്ന് അറിയാം. 3, കേരളത്തിലോടുന്ന മൊത്തം കാറുകൾ എടുത്താൽ 25 കാറ് ഒരു ബേക്കറിക്കാരനോ ബേക്കറി ജീവനക്കാരനോ ആയിരിക്കും. അവൻ കേരളത്തിൽ തന്നെ ബേക്കറി നടന്നവനല്ല. ബാംഗ്ലൂരിൽ പോയാൽ 4000 ബേക്കറി മലയാളിയില്ല. മദ്രാസിൽ പോയി കഴിഞ്ഞാൽ 4000-5000 ബേക്കറി മലയാളിയില്ല. എന്റെ നാട്ടിൽ പണ്ടൊരു കേളു ആശാന കുമാരനാശാന്റെ ബോർബോയിട്ടുണ്ട്. എനിക്ക് 95 ബോർബോയിട്ടും അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇത് എത്രാമത്തെ അത് കണക്കൊന്ന് ചോദിക്കണം മോനെ. കാശ്മീരിൽ ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ ഞാൻ ബോർമ കിട്ടിയിട്ടുണ്ട്. ബോർമ എന്ന് പറഞ്ഞു പോയത് ആരും തിരുത്തിയില്ല. നമുക്കതുപോലും അറിയില്ല. ബോർമയാണോ എന്ന് അറിയാത്തവരാണ് നമ്മളിൽ പലരും. ഞാൻ മനഃപൂർവ്വം ബോർമ എന്ന് പറഞ്ഞാണ്. പക്ഷെ ആരും തിരുത്തിയില്ല. കഴിച്ചായിട്ട് ചിരിച്ചു. തിരുത്തിയില്ല. അതെങ്ങനെ തിരുത്തണ മോശമല്ലേ എന്ന് വിചാരിച്ചു. ആ ബോർമ ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ. 2, ലോകത്ത് എഴുതപ്പെട്ട ചരിത്രങ്ങൾ മുഴുവൻ നമ്മൾ എടുക്കുക. എഴുതപ്പെട്ട ചരിത്രം കേൾവി നമ്മൾ എടുക്കണ്ട. നമുക്ക് ഒരു 3-4 ദൈവിക ഗ്രന്ഥങ്ങൾ എടുക്കാം. ജൂതന്മാരുടെ ഗ്രന്ഥം തോറ അറിയാവോ? അറിയുന്നാലും ഉണ്ടാവില്ല. തോറ എന്നാ പറയാം. മുസ്ലിംസ് തൗറാത്ത് എന്ന് പറയും. അവരുടെ ഹീബ്രു ഭാഷയിൽ ആ ഗ്രന്ഥത്തിന് തോറ എന്നാ പറയുന്നത്. ക്രിസ്ത്യാനികൾക്ക് ബൈബിള്, മുസ്ലിങ്ങൾക്ക് ഖുറാൻ. ഇതെന്തിനാ ഈ ബാല് പറയുന്നതാണോ എന്ന് ചോദിക്കണ്ട. ബാലല്ല പറയണം, ബേക്കറിയ പറയണം. ഇതിലെല്ലാം ഒരു ആദ്യ കഥാപാത്രമുണ്ട്. ആദ്യ കഥാപാത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ആദം ആൻഡ് ഈവ്. എന്താ ശരിയല്ലേ? ആദമിന് എന്താ പറ്റിയ അബദ്ധം ആലോചിച്ചിരുന്നോ? ആദമിനെ സൃഷ്ടിച്ചപ്പോഴും ഗബ്രിയേൽമാരോട്, നമ്മൾ ജിബ്രീൽ പറയും, ഗബ്രിയേൽ മാലാഖമാരോട് പറഞ്ഞു, ഞാനൊരു പുതിയ ജീവിയെ സൃഷ്ടിച്ചിരിക്കാം. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, ഭക്ഷണം കഴിക്കും, മലമൂത്ര വിസർജനം നടത്തും, പ്രത്യുത്പാദനപരമായിട്ട് അവർക്ക് തന്നെ കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റും. പറ്റിയ അബദ്ധം ആദമിന് എവിടെയാണെന്നറിയാം. നമുക്ക് എന്തും തിന്നരുത് എന്ന് പറഞ്ഞാൽ തിന്നുക എന്നുള്ളൊരു സ്വഭാവം നമുക്കുണ്ട്. നമ്മുടെ വീട്ടിലായാലും പറയും അത് കഴിക്കരുത് എന്ന്. ഏറ്റവും കൂടുതൽ തിരക്കെവിടെയാ? ഏറ്റവും കൂടുതൽ കഴിക്കരുത് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് മുമ്പിലല്ലേ ഏറ്റവും കൂടുതൽ വണ്ടിയും ക്യൂ. സുമേഷ് ശരിയല്ലേ? സുമേഷിന് നന്നായിട്ട് അറിയാം. അപ്പൊ ആ ഒരു മനോഭാവം എന്ന് തുടങ്ങിയതാ? ചരിത്രത്തില് ഇങ്ങനെ ഒരു പുരുഷനെയും സ്ത്രീയെയും കുറിച്ചേ പറയുന്നുള്ളൂ. ഞാൻ പഠിച്ചെടുത്തോളം പുസ്തകങ്ങളിൽ വായിക്കാൻ ഇതെല്ലാ ഗ്രന്ഥവും ഒരേപോലെ പറഞ്ഞിട്ടുണ്ട്. ഏദൻ തോട്ടത്തിലെ പറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പഴം പറിച്ച് കഴിച്ചതാണ്
നമ്മൾ ഭൂമിയിലേക്ക് അപ്പം ലോക ചരിത്രത്തിന് ഭക്ഷണവുമായി കണക്റ്റഡായ ഒരു ബന്ധം ഉണ്ട്. ലോക അവസാനം വരെ ഇത് തുടരും അല്ലെ? ആരെങ്കിലും ഭക്ഷണത്തിന് പകരം മറ്റൊന്ന് കഴിച്ച് രക്ഷപ്പെടാൻ സാധിക്കാറുണ്ടോ? ഒന്നോ രണ്ടോ ദിവസം ആശുപത്രി കിടക്കും ഭക്ഷണം കഴിക്കണം കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക ഗ്ലൂക്കോസിലൂടെ കുറച്ച് ഒരു കയറ്റി നമ്മൾ പിടിച്ചു വെക്കും. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രി നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ സന്തോഷത്തോടെ നിന്നോ. ഈ ഇൻഡസ്ട്രി ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഇൻഡസ്ട്രിയാണ്. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ചിരി വരും. പേജർ ഓർമ്മ ഇപ്പൊ അടുത്ത് പേജർ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടു. കേരളത്തിൽ പേജർ വന്നിട്ട് 4 കൊല്ലാണത്. കോള് വന്ന് ഇത് പേജറിന്റെ പ്രസക്തി ഏത് ഇൻഡസ്ട്രി എടുത്തോ. അംബാസഡർ കാർ നിലനിന്നോ? അല്ല, അംബാസഡർ കാർ അത്ര മോശമാണ്. ഫിയറ്റ് കാർ നിലനിന്നോ? ഫിയറ്റ് കാർ അത്ര മോശമാണ്. പുതിയത് വരുമ്പോ പഴയ തള്ളപ്പെടും. ഭക്ഷണത്തിൽ ഒരു കാലത്തും പുതിയത് വന്നാലും പഴയത് തള്ളപ്പെടില്ല. കാരണം നമ്മൾ മാറ്റം വരും, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ, വേവിച്ച ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് നൂറ്റാണ്ടുകൾക്ക് ശേഷം കല്ലുരച്ച് തീ ഉണ്ടായി. തീയിൽ വെന്ത മാംസം കഴിച്ചു നോക്കിയപ്പോ കൊള്ളാന്ന് തോന്നിയിട്ടാണ് വേവിച്ച് കഴിക്കാൻ മനുഷ്യൻ തുടങ്ങിയത് അല്ലെ? കാരണം ആദമിന്റെ കഥയിൽ പറിച്ച പഴത്തിന്റെ കഥയിൽ പറയുന്നു. ആടാലും റൊട്ടിയുടെ കഥ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തന്തൂർ റൊട്ടിയുടെ കഥ പറഞ്ഞിട്ടില്ല, മന്തിയുടെ കഥ പറഞ്ഞിട്ടില്ല. എന്നാല് ഇന്ന് നമ്മൾ ആ ഭക്ഷണത്തെ ആധുനികവൽക്കരിച്ച് കളറും എസൻസും പ്രിസർവേറ്റീവും ഒക്കെ കൊടുത്ത് അതിനെ നമ്മളൊരു പരുവത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് സ്വയം നമ്മൾ ചിന്തിക്കുകയും തിരുത്തുകയും ചെയ്യുന്നിടത്തേക്ക് കഴിവുള്ള ചെഫുമാർ ശ്രദ്ധിക്കണം എന്നൊരു ചെറിയ റിക്വസ്റ്റ് കൂടിയുണ്ട്. ഇതാരെയും കമ്പനിക്കാരുടെ പ്രൊഡക്റ്റിനെ കുറ്റം പറയുന്നതല്ല. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്, ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അവനതൊരു ബിസിനസ്സാണ്. അവനെല്ലാ പരീക്ഷണവും നടത്തും, ആരോഗ്യകരമായിട്ട് ഇറക്കുള്ളൂ. പക്ഷെ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ അപകടകാരിയാവുന്നുണ്ട് എന്ന രീതിയിൽ ചില ന്യൂസുകൾ വരാറുണ്ട്. അതായത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ലഡുവില് കളറ് ചേർക്കാം അല്ലെ? നിയമപരമായിട്ട് ലഡുവില് കളറ് ചേർക്കാം. PPM ലിമിറ്റേഷൻ ഉണ്ട്. മിക്സറിൽ ചേർക്കാൻ പാടില്ല, ബിരിയാണിയിൽ ചേർക്കാൻ പാടില്ല. 2 കളറാണ്. 1 ക്രിമിനൽ കേസാണ്, കുറ്റകരമായ അനാസ്ഥയാണ്. കുറ്റകരമായ അനാസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടേണ്ട. ഇത്തരം കാര്യങ്ങളിൽ ഇനിയും ക്ലാസുകൾ ഒരു അഡ്വൈസർ എന്ന നിലയിൽ എന്തൊന്നും പറയണല്ലോ നിങ്ങളോട്. ഇനിയും ക്ലാസുകളും ചർച്ചകളും ഉണ്ടാക്കാൻ കമ്പനിക്കാരെന്നും റെഡിയായി. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചോദിക്കൂല എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം, ശരിയല്ലേ? ഇത്തരം ഡിസ്കഷന് കമ്പനിക്കാരെന്നും റെഡിയാണ്. നമ്മൾ അവസരം ചോദിക്കാറില്ല. 2, മൈദ വെളുത്തിരിക്കണം, പുട്ടുപൊടി തൂവെള്ളയായിരിക്കണം. നമ്മുടെ നിർബന്ധം. അരി പൊടിച്ചിട്ട് ആർക്കെങ്കിലും തൂവെള്ള പുട്ടുപൊടി കിട്ടിയ ആൾക്കാരുണ്ടോ ഈ കൂട്ടത്തിൽ? അരി വീട്ടിൽ പൊടിച്ചാൽ തൂവെള്ള പുട്ടുപൊടി കിട്ടുമെന്ന് തോന്നുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇത് നമ്മുടെ വാശിയാണ്. എങ്ങനെയാണെന്നൊരു ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് കൊടുക്കരുത്. അതെന്താണെന്ന് ഞാൻ പറയാം. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. വസ്ത്രം വെളുക്കണം, ഞാനടക്കം. ഭക്ഷണം വെളുക്കണം. പാർപ്പിടവും വൈറ്റ് ഹൗസായ കൊള്ളാമെന്നില്ല. മുടി മാത്രം വെളുക്കരുത്. അതെന്തോ വലിയ നിർബന്ധം. സത്യത്തിൽ മുടി വെളുത്ത ഒരു കുഴപ്പമില്ല. ഞാൻ ഡൈ ചെയ്യാറില്ല, ഒരു കുഴപ്പമില്ല. അരി വെളുക്കുമ്പോഴും മൈദ വെളുക്കുമ്പോഴും അപകടത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചെഫുമാര് പഠിക്കണം. ബേക്കറിക്കാരുൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ പഠിക്കണം. അതിന് അവസരം ഉണ്ടാക്കണം. ഇത്തരം സംഘടനകൾ ചെയ്യേണ്ട അത്തരം കാര്യങ്ങൾ. നമ്മള് എന്റെയൊക്കെ വീട്ടിൽ, എൻ്റെ തറവാട്ടില് 950 കാലഘട്ടത്തിൽ എൻ്റെ വല്യുമ്മയുടെ ഉപ്പ നെല്ലെടുത്ത് കൊടുക്കും. എല്ലാ ദിവസവും 10,000 നിന്ന് നെല്ലെടുത്തിട്ട് കൊടുക്കും. 7 മണിക്ക് കൊടുത്ത് 8 മണിക്ക് പുഴുങ്ങി 9 മണിക്ക് കുത്തി 10 മണിക്ക് അരിയായി മാറി 12:30 ചോറാക്കി കൊടുക്കും. പിന്നീട് കൃഷി ലാഭകരമല്ല. അപ്പൊ പറഞ്ഞു, നെല്ല് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരാം. നമ്മളിവിടെ കുത്താം. അങ്ങനെ കുത്തുമില്ലുകാർ കുറെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കുത്തിയാലും മുതലാവില്ല. പിന്നെ അരി കൊണ്ടുവന്നു.
അരി കൊണ്ടുവരുന്നതിന്റെ കൂടുതൽ പറഞ്ഞ് പച്ചക്കറി കൂടി ഉണ്ടാക്കിയത് നടക്കുന്നില്ല, പച്ചക്കറി കൊണ്ടുവരും. കുറച്ച് കഴിഞ്ഞപ്പോ കോഴി വളർത്തൽ നമുക്ക് ലാഭകരമായില്ല, നമ്മൾ തമിഴ്നാട്ടിലെ കോഴിയെ കൊണ്ടുപോകും. പിന്നെ നമ്മൾ പോത്തും ആടും എല്ലാവർക്കും കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് ആട് ഉൾപ്പെടെ തലശ്ശേരി ആട് എന്ന് പറയുന്ന ഒരു ജനുസ് ആടുണ്ട് കേട്ടോ ലോകത്ത്, അറിയോ ആർക്കെങ്കിലും? കോലാടിന്റെ ശരിയായ പേര് തലശ്ശേരി ആട് എന്നാണ്. പക്ഷെ ഇപ്പൊ ഉണ്ടാകുന്നത് തമിഴ്നാട്ടില. ഇവിടുന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി പ്രത്യുത്പാദനം നടത്തി നമുക്ക് അയച്ചു തരാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഇവിടെ നിന്നൊന്നും നിൽക്കുന്നില്ല. ഈ അടുത്ത് ലുലുവിന് ആലുവായി ഒരു പാക്കിംഗ് യൂണിറ്റ് ഉണ്ട്. വിദേശത്തേക്കും കേരളത്തിലേക്കും അവരുടെ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് പച്ചക്കറി സ്ലൈസ് ചെയ്ത് നമുക്ക് കറി വെക്കേണ്ട പരുവത്തിലാക്കിയിട്ട് ടെട്രാ പാക്ക് ചെയ്ത്, അല്ലെങ്കിൽ എയർ കളഞ്ഞുള്ള പാക്ക്, എന്താ പറയുന്നത് അറിയില്ല, പാക്ക് ചെയ്തിട്ട് അവരുടെ കൊച്ചി വഴി എയർപോർട്ട് വഴി അവരുടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകും. നിർത്തി. കാരണം എന്താ പറയുക, കട്ട് ചെയ്യാനാണ് രൂപ കട്ടിച്ച മുതലായിരുന്നില്ല. അവിടെ തമിഴ്നാട്ടിൽ കട്ട് ചെയ്ത് വരും. ഇനി അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞുതരാം, പുതിയൊരു കമ്പനി ഒരു ബിരിയാണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബിരിയാണി ബോൾ എന്ന പേര്. കവർ പൊട്ടിച്ചിട്ട് ചൂടുവെള്ളത്തിലിട്ടാൽ ബിരിയാണി റെഡി. മലയാളി ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യും. അവിടെയാണ് ഈ ഭക്ഷണ സംസ്കാരത്തെ കുറിച്ചിട്ട് നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. മലയാളിയുടെ ഭക്ഷണ സംസ്കാരം വല്ലാതെ അഡ്വാൻസ് ചെയ്ത് പോകുന്നുണ്ട്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഗ്രാമങ്ങളിൽ ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്ന രീതിയും കൃഷി രീതിയും അവരുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനം കഴിക്കുന്നതൊക്കെ പഠിക്കണം. എന്നാൽ ഇതൊന്നും മലയാളം പഠിക്കാൻ പോകണം. 2, ഇപ്പോഴും ഇതൊക്കെയാണെങ്കിലും ഇന്ത്യയിൽ ബ്രെഡ് ഉണ്ടാക്കി കഴിക്കുന്നത് ഒരാൾ ഒരു ദിവസം കേവലം 2.5 കിലോ മുതൽ 3.5 കിലോ വരെ. നമ്മളിതെല്ലാം പരിഷ്കരിച്ചു നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ കച്ചവടം ഇനി ഇതിന്റെ അപ്പുറമൊന്നും ഇല്ല. ഒരു യൂറോപ്യന്റെ ബ്രെഡ് 65 കിലോ. അത് ഒരു വർഷം കഴിക്കുന്ന ബ്രെഡ്. ഇന്ത്യയിലെ 140 കോടി മലയാളികളും ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും യൂറോപ്യന്റെ ഭക്ഷണ രീതിയിലേക്ക് പോകാനുള്ള ഓട്ടത്തിലാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചോ, ഇന്ന് ബേക്കറികൾ ചെയ്യുന്നതിന്റെ 40ഓ 50ഓ ഇരട്ടി ക്വാണ്ടിറ്റി ഓഫ് ബേക്കറി സാധനം ഇന്ത്യക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രി വിട്ടിട്ട് ആരും പോകണ്ട, ആരെയും മക്കളെ ഡോക്ടറൊന്നും ആക്കണ്ട, ഇവിടെ തന്നെ നിർത്തിക്കോ. നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. എല്ലാവരും, പ്രത്യേകിച്ചും മലയാളിയുടെ കൈപുണ്യം, മലയാളി ഷെഫുമാരുടെ കൈപുണ്യം വെച്ച് എന്തുണ്ടാക്കി കൊടുത്താലും, ലോകത്ത് എവിടെ കൊണ്ടുപോയി കൊടുത്താലും മാർക്കറ്റ് ഉണ്ട്. നമ്മുടെ പൊറോട്ടയും പഴംപൊരിയൊക്കെ ടെണ്ണ് കണക്കിനാ ലോകത്തേക്ക് പോണേ. വെറും മലയാളി ഒന്നില്ല കഴിക്കണേ. വെളിച്ചെണ്ണയ്ക്ക് വില കൂടി വെറുതെ വിചാരിച്ചേ, അവർ നമ്മളെ പറ്റിച്ചതാ. മാമൂല് കഴിപ്പിച്ചേ. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ അമേരിക്കക്കാരനും യൂറോപ്പിനും കഴിക്കണേ. ആ വെളിച്ചെണ്ണയുടെ മഹത്വം എത്ര പേർക്കറിയാം, മലയാളിക്കറിയില്ല. ഇനി അല്പം പറയുമ്പോ ശ്രദ്ധിച്ചു കേട്ടോ. ലോകത്ത് 6 മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു കുഞ്ഞിന് നമ്മൾ നിയമം മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. WHO നിയമമാണ് 6 മാസം വരെ. അറിയാവോ എല്ലാവർക്കും? 6 മാസം വരെ കൊച്ചിന് മുലപ്പാലേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഉമിനീരിൽ ചേരുമ്പോൾ ദഹിക്കുന്ന സാധനമാണ് മുലപ്പാൽ. ഇതെല്ലാം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി പഠിച്ചാണ്. അല്ലാതെ ഞാൻ വലിയ വിവരമുള്ള ആളൊന്നുമില്ല. 8ാം ക്ലാസ് ദൃഷ്ടിയ. രണ്ടാമതൊരു സാധനം ലോകത്തുണ്ടെങ്കിൽ തുള്ളി തുള്ളിയായി വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുത്താൽ ഉമിനീരിൽ ദഹിക്കും. പലരും ഒലീവ് എണ്ണയാണ് മഹത്വകരെന്ന പഠിപ്പിച്ചത്. പക്ഷെ ശാസ്ത്രം പറയുന്നത് ഒരു കൊച്ചു കുട്ടിയുടെ ഉമിനീരിൽ ദഹനപ്രിയ പൂർത്തിയാവുന്ന മുലപ്പാല് കഴിഞ്ഞാൽ ലോകത്തൊരു, എന്നിട്ട് നാളെ തന്നെ പോയി എല്ലാവരും വെളിച്ചെണ്ണ പോയി കൊടുക്കല്ലേ കുട്ടിക്ക്. ഞാൻ പറഞ്ഞത് അത്രയും നല്ല സാധനമാണ് വെളിച്ചെണ്ണ. ദഹിക്കുക എന്ന് പറയുന്നതും ദഹനക്കുറവുമാണ്. മനുഷ്യ ശരീരത്തിലെ മുഴുവൻ രോഗങ്ങളും ബാധ. ആയുർവേദ ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് മരുന്ന് പ്രിസ്ക്രിപ്ഷനിലും ഒരു കാര്യം ഉൾപ്പെടുത്തും, ശോധന ഫ്രീ ആക്കാൻ. അത് ഫ്രീ ആയാലേ മരുന്ന് ഫലിക്കത്തുള്ളൂ. അപ്പൊ ഉമിനീരിൽ ദഹിക്കുക എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ളൊരു കാര്യമാണ്. ഈ
ഭക്ഷണത്തിനെയാണ് നമ്മൾ നേരത്തെ കുറെ കാലം ഇങ്ങനെ പുറത്ത് നിർത്തി. ഇപ്പം നമ്മൾ ബുദ്ധി വെച്ച് കേട്ടോ, നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഉപയോഗിച്ചു തുടങ്ങി. നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത്, വെളിച്ചെണ്ണ ഉൽപാദനം രാജ്യത്ത് കൂടി. ഇപ്പൊ 1ാം സ്ഥാനത്ത് കേരളമൊന്നുമല്ല കേട്ടോ. 1ാം സ്ഥാനത്ത് ഇപ്പൊ തമിഴ്നാടും കർണാടകയും ആന്ധ്രയൊക്കെയാ തേങ്ങ ഉൽപാദനത്തിൽ. ഇതെല്ലാം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പലതും അറിയില്ല. ഒരൊറ്റൊരു കാര്യം ഞാൻ ഇവിടെ ചോദിക്കാം. സമൂസ നിരോധിച്ച ഒരു രാജ്യം ലോകത്തുണ്ട്. എത്ര പേർക്ക് അറിയാം? അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈവയ്ക്കാൻ മതി. രാജ്യത്തിന്റെ പേര് പറയണം. ലോകത്ത് നിയമപരമായി സമൂസ നിരോധിച്ച ഒരു രാജ്യം. ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ആവശ്യമുള്ളൂ. ഇതാണ് ഇവിടെ സംഘടനാ ചർച്ച വേണ്ടല്ലോ, വേണ്ട. സമൂസ നിരോധിച്ച രാജ്യം അറിയുന്ന ആരെങ്കിലും ഡയസിലുണ്ടോ? ഉണ്ടോ? ഇല്ല. സോമാലിയ എന്ന് പറയുന്ന രാജ്യത്ത് സമൂസ നിരോധിച്ചിരിക്കുകയാണ്. അവിടെ ത്രികോണത്തിൽ പെയിന്റുവിനെ അടിക്കാൻ പാടില്ല. നമ്മൾ ഈ സിഗ്നൽ പെയിന്റിംഗ് ഒക്കെ ത്രികോണത്തില് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വലിയ നല്ല തീരുമാനമൊന്നുമല്ല, കാരണം ശരിയല്ല തീരുമാനം. ത്രിത്വം, ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് 3 ത്രിത്വം എങ്ങനെയാണ് ചേട്ടാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതിന്റെ പ്രതീകമാണെന്നും അതുകൊണ്ട് സമൂസ ഒരു വിവരം നോക്കണേ. ആ രാജ്യത്തിന്റെ ദാരിദ്ര്യം പിന്നെ എന്ന് മാറാൻ ആ രാജ്യത്തു നിന്ന്? ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്ര രാജ്യമാണ്, അറിയാവോ അത്? നമ്മളെ പണ്ട് ഏതോ ഒരു ഇലക്ഷൻ ഇല്ലേനാ കേരളവും അത് സോമാലിയ പോലെയാണെന്നൊരു ചർച്ച ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരു കാലത്തും ദാരിദ്ര്യം മാറൂല. സമൂസക്ക് എന്താ കുഴപ്പം? ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞ, വെറുതെ ഞാനൊന്ന് പറഞ്ഞു പോകുന്നത് മാത്രം. അതുകൊണ്ട് ബ്രെഡിന്റെ ഉപയോഗം കൂടും, ബേക്കറി സാധനത്തിന്റെ ഉപയോഗം കൂടും, പിന്നെ ബേക്കറി ബിസിനസ് കൂടും. കാരണം ഇപ്പൊ ശരിക്കും മലയാളി 4-7-28 തവണ ഭക്ഷണം കഴിക്കുന്നത് എന്റെ വിശ്വാസം. ചായ കുടിയൊന്നും ആരും ഒഴിവാക്കാറില്ല. 4 മണിക്ക് അതാണല്ലോ നമ്മളെ മെയിൻ പരിപാടി. 4 മണി ചായയുടെ പലഹാരമാണ് ബേക്കറിക്കാരൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, അല്ലെ? ഭൂരിപക്ഷം അങ്ങനെയല്ലേ? 4 മണി പലഹാരം. ഈ 28 ഇനം കൊടുക്കുന്നിടത്ത് 7 എണ്ണം ഓൾറെഡി നമ്മൾ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു. ബേക്കറിക്ക് വേണമെങ്കിൽ നല്ല അവസരമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, GST ഒക്കെ 5%, ഇൻപുട്ടും എടുത്തു കഴിഞ്ഞാൽ 1% അടച്ചാൽ മതി. അതിന്റെ പിറകിലൊക്കെ പ്രവർത്തിച്ച ഈ ഒരു സംഘടനയാണ് കേട്ടോ. അതെല്ലാവർക്കും അറിയോന്നറിയില്ല. എത്ര സുന്ദരമായിട്ട് രണ്ടാമത്തേക്ക് പോവാം. രാവിലത്തെ ഇഡ്ഡലി ബേക്കറി കൊടുക്കാം, പൂരി ബേക്കറി കൊടുക്കാം. പാക്ക് ചെയ്യാനുള്ള സംവിധാനം ഇന്നുണ്ട്, അത്യാധുനിക മെഷീനറികളുണ്ട്. കാരണം നേരത്തെ നമുക്ക് ഉൽപ്പന്നം തന്നിരുന്ന പല രാജ്യങ്ങളും അവർ മനസ്സിലാക്കി ഇന്ത്യയിൽ ഈ ഉൽപ്പന്നം കയറ്റി അയച്ച് കച്ചവടം ചെയ്യുന്നതിനൊക്കെ എളുപ്പം ഉൽപ്പന്നം ഉണ്ടാക്കണം, മെഷീൻ കയറ്റി അയക്കലാണ്. ഇപ്പൊ സമൂസക്ക് മിഷ്യൻ, ഉഴുന്നുവടക്ക് മിഷ്യൻ. ഇനി മിഷ്യൻ ഇല്ലാത്ത എന്താ ഉള്ളത്? വളരെ എളുപ്പാക്കി തരികയാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ലോക മാർക്കറ്റ് നമ്മൾ കാണണം. നമ്മുടെ എല്ലാ ചെഫുമാരും വിചാരിച്ചാൽ കച്ചവടക്കാരാവാൻ ഏറ്റവും എളുപ്പമുള്ള സെക്ടറും ബേക്കറിയാണ്. ഒരു ചട്ടിയും ഒരു കോരിയും ഉണ്ട്, ചിപ്സ് വറുത്തത് കൊടുക്കാം. കാലാകാലം പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ബേക്കറി സെക്ടറിൽ അങ്ങോട്ട് ഗുണമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്റ്റാർ ഹോസ്പിറ്റലുണ്ട്. സ്റ്റാർ ഹോസ്പിറ്റലിലെ ജീവനക്കാരിൽ എത്ര പേർക്ക് ആ ഹോസ്പിറ്റലിലെ ചികിത്സ തേടാൻ പറ്റും? സാധിക്കില്ല. ബേക്കറിയിലെ ജീവനക്കാരൻ ഏതായാലും മക്കളെ ബർത്ത്ഡേക്ക് കുറഞ്ഞ കേക്ക് അന്വേഷിച്ച് പോകാറൊന്നുമില്ല. നമ്മുടെ കേക്ക് തന്നെയാണ് വാങ്ങിച്ചു കഴിക്കുന്നത്. അഭിമാനിക്കാം. സ്വർണ്ണ ഖനിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉടുതുണിയില്ല. നിങ്ങൾ പറഞ്ഞ ഖനികളുടെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്ക്, കാറ്റ്ലിറ്റിയോട് ചോദിക്കേ. ഉടുതുണി ഇല്ലാത്തവനാണ് സ്വർണ്ണ ഖനിയിൽ ജോലി ചെയ്യുന്നത്. നമ്മുടെ ബേക്കറിക്കാരൊക്കെ സൂട്ടും പോട്ടുട്ടോ. ജീവനക്കാരനും മുതലാളിയും കണ്ടാൽ തിരിച്ചറിയാത്ത വിധം പുരോഗമിച്ചിട്ടുണ്ട്. 10% ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുക. കോടികളുടെ ബിസിനസ് ഈ മേഖലയിലുണ്ട്. സത്യവും ധർമ്മവും നീതിയും പുലർത്തി നമ്മൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ ജീവനക്കാരനും സുഖമായിട്ട് ജീവിക്കാം, അതോടൊപ്പം തന്നെ അത് ഉണ്ടാക്കുന്ന വ്യക്തിക്കും സുഖമായിട്ട് ജീവിക്കാം. എനിക്ക് ബേക്കറിക്കാരോടൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ അമ്പലത്തിലെ പൂജാരിക്കും പള്ളിയിലെ മുസ്ലിയാരിക്കൊക്കെ ഈ 10,000 ശമ്പളം കൊടുക്കുന്നത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല, ആത്മാർത്ഥത ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി? പള്ളിയിലെ മുസ്ലിയാരായാലും അമ്പലത്തിലെ പൂജാരി ആയാലും അവൻ മനസ്സ് സന്തോഷിച്ച് പ്രാർത്ഥിക്കണം, അപ്പോഴേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. മനസ്സ് സന്തോഷിക്കണമെങ്കിൽ നല്ല ശമ്പളവും
നല്ല ജീവിത സൗകര്യവും ജീവനക്കാർക്ക് ബേക്കറിക്കാർ കൊടുക്കണം. അത് ഇന്ന് വളർന്നു വരുന്ന ജീവനക്കാരൻ നാളെ ബേക്കറിക്കാരനായാൽ അവന്റെ ആദ്യത്തെ വാശി അതായിരിക്കണം. നമുക്ക് പലപ്പോഴും മരുമോള് വന്നു കഴിഞ്ഞാൽ അമ്മായിമൊക്കെ തോന്നും ഞാൻ അനുഭവിച്ചൊക്കെ ഇവളെയും ഞാൻ അനുഭവിപ്പിച്ചേ അടങ്ങൂ എന്നൊരു വാശിയുണ്ട്. ആ വാശി ജീവനക്കാര് ബേക്കറിക്കാരായാൽ മാറ്റി കാണിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യം സംസാരിക്കാൻ ഉദ്ദേശിച്ചു. പക്ഷേ ഇവിടെ സമയം നീണ്ടുപോകാൻ ഒരുപാട് ആൾ സംസാരിക്കാനുണ്ട്. നല്ലൊരു ഭാവി നിങ്ങൾക്കുണ്ട് എന്ന് ബോധ്യമായി എന്ന വിശ്വാസത്തിൽ ഈ ഇൻഡസ്ട്രി ലോകത്ത് നിലനിന്നാൽ ഇതിൽ പരം മറ്റൊന്നും നമുക്കൊരു ഇൻഡസ്ട്രിയും വേണ്ട. നമുക്ക് ജീവിക്കാൻ ഇത് ധാരാളമാണ്. ഒരിക്കലും അവസാനിക്കാത്ത തുടക്കം മുതൽ തുടങ്ങിയ ഭക്ഷണം എന്ന സംസ്കാരം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മുഴുവൻ ബേക്കിംഗ് എഞ്ചിനീയേഴ്സ് അവരുടെ ഭാവിയിൽ പറയുമ്പോൾ ബേക്കിംഗ് എഞ്ചിനീയേഴ്സ് പൂർവ്വ പിതാക്കന്മാരായി ഇന്നിവിടെ ഇരിക്കുന്ന ബേക്കറി ജീവനക്കാർക്ക് അവരുടെ പൂർവ്വ മഹാപിതാക്കന്മാരായി ഇരിക്കുന്ന ഇന്നത്തെ ബേക്കറി ജീവനക്കാർക്ക് 1000 അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ചത് എന്റെ സഹോദരന്മാരുൾപ്പെടെ ഞാനിവിടെ വന്നു, നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കെടുത്തു. എന്നെ ഒഴിവാക്കി തന്നെ ബേക്കറി കല്യാണത്തിൽ ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.